ഹലോ അസ്സാം വലൈക്കും ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ഫ്രീ ഫാഷൻ ഡിസൈൻ കോഴ്സിലെ എംബ്രോയ്ഡറി ക്ലാസ് ആയിട്ടാണ്. 27ാമത്തെ സ്റ്റിച്ചാണ് കേട്ടോ നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ 26 സ്റ്റിച്ചുകളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്റ്റിച്ച് ബോർഡാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എംബ്രോയ്ഡറിയിലെ 27ാമത്തെ സ്റ്റിച്ചിൻ്റെ പേര് വന്നിട്ടുള്ളത് പിസ്റ്റൽ സ്റ്റിച്ച് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റിച്ചിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ലോങ് ഫ്രഞ്ച് നോട്ട് എന്നാണ് കേട്ടോ മറ്റൊരു പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രഞ്ച് നോട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 20ാമത്തെ ക്ലാസ് ആയിരുന്നു ഫ്രഞ്ച് നോട്ടിൻ്റെ. അപ്പോൾ അത് കാണാത്തവർ പോയിട്ട് കാണാം. ഇനി നമുക്ക് എങ്ങനെയാണ് പിസ്റ്റൽ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ഇതായി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ബോർഡ് എടുത്തിട്ടുണ്ട്, അതിലൊരു ലൈനും കൂടെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതാ സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ടിരുന്നത് ഫ്രഞ്ച് നോട്ട് സൂചി മുകളിലേക്ക് കുത്തിയെടുത്ത ആ പോയിന്റിൽ തന്നെയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇതങ്ങനെയല്ല, ഇത് കുറച്ച് മുകളിലായിട്ടാണ് നമ്മൾ സൂചി കുത്തി ഇറക്കുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ വ്യത്യാസം വന്നിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുക. ആ ലൈനിലാണ് ഞാൻ സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ആ നീഡിലിൽ ത്രെഡ് ഒരു 2 പ്രാവശ്യം ചുറ്റി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മുകളിലേക്കാക്കിയിട്ട് ആ സൂചി ഒന്ന് കുത്തി കൊടുക്കുക. ഈ സൂചിയിൽ ത്രെഡ് ചുറ്റുമ്പം ശരിക്കും സ്ട്രൈറ്റ് ആക്കിയിട്ട് പിടിച്ചിട്ട് ചുറ്റുക. പിന്നെ അതുപോലെ ഈ കുത്തി കൊടുക്കുന്ന സമയത്തും ചെരിച്ചിട്ട് കുത്താതെ സ്ട്രൈറ്റ് ആക്കിയിട്ട് കൊടുന്നിട്ട് കുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കെട്ടുകുടുങ്ങാതെ പെട്ടെന്ന് അടിക്ക് ഇറക്കാൻ വേണ്ടി കഴിയും കേട്ടോ. പിന്നെ അതൊന്ന് ടൈറ്റാക്കി പിടിക്കാനും കെട്ട് കുടുങ്ങും ചിലപ്പോൾ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ മറ്റേ കൈ കൊണ്ട് അതൊന്ന് വലിച്ചു കൊടുത്താൽ മതി, അല്ലാതെ അത് വലിച്ച് മുറുക്കല്ല ചെയ്യുക. ജസ്റ്റ് ഒന്നിങ്ങനെ അയവാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ക്ലിയർ ആക്കി കിട്ടും. അപ്പോൾ നമുക്കിതാ പിസ്റ്റൽ സ്റ്റിച്ച് നല്ലൊരു ഈസി ആയിട്ടുള്ള സ്റ്റിച്ചാണ്. ഈ പിസ്റ്റൽ സ്റ്റിച്ച് എന്നുള്ളത് നമുക്ക് ഡ്രസ്സിലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. എംബ്രോയ്ഡറി നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഈ സ്റ്റിച്ച് വെച്ചിട്ട് ഫ്ലവേഴ്സൊക്കെ ചെയ്താൽ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ സ്റ്റിച്ച് ഇതാ നമ്മൾ സ്റ്റിച്ച് ബോർഡിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മോട്ടിഫിൽ എങ്ങനെയാണ് ഒരു പിക്ചറിൽ, അതായത് ഒരു ഡിസൈനിൽ എങ്ങനെയാണ് ഈ സ്റ്റിച്ച് ചെയ്യാമെന്നും കൂടെ നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ മോട്ടിഫ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് എങ്ങനെയാണ് പിസ്റ്റൽ സ്റ്റിച്ച് ഡിസൈനിൽ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ബോർഡ് ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഈ സ്റ്റിച്ച് ചെയ്യുക. ഇതിൽ കുറച്ച് ലോങ് ആയിട്ട് ചെയ്യും, കുറച്ച് ഷോർട്ടായിട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിച്ചാണ്. ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഈ മോട്ടിഫ് എന്നുള്ളത് നമ്മൾ എത്ര ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് എടുക്കുന്നത് അതിലേക്കാട്ടിലും ഒരു 2-3 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ വീതി നീളമൊക്കെ എടുക്കുക കേട്ടോ. 7 ഇഞ്ചിൻ്റെ ആണെങ്കിൽ നമ്മളൊരു 10 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 9.5 ഇഞ്ചിൻ്റെ ഒക്കെ ക്ലോത്ത് എടുക്കുക. 4 പുറം സെയിം അളവിൽ നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രെയിമിൽ വെക്കുക കേട്ടോ ചെയ്യുക. അതിനാണ് ഈ മോട്ടിഫ് എന്ന് പറയുന്നത്. പിക്ചർ വരയ്ക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഈ ക്ലോത്തിൽ തന്നെ നേരിട്ടിട്ട് നമുക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് ചിത്രം വരച്ചെടുക്കാൻ കഴിയും കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പേപ്പറിൽ വരച്ചെടുത്തിട്ട് കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്കിതൊക്കെ പകർത്തി വരയ്ക്കാൻ കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ ഡിസൈനൊന്നും വരയ്ക്കാൻ കഴിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടൺ ഹൗസ് പോലത്തെ ഷോപ്പുകളിൽ ഇങ്ങനത്തെ ഡിസൈൻ ബുക്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് വാങ്ങിയിട്ട് ഡിസൈൻ വരച്ചിട്ട് നമുക്കത് പകർത്തിയിട്ട് ക്ലോത്തിലേക്ക് ആക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ പോയിട്ട് കാണാം. ഞാൻ എംബ്രോയ്ഡറി പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതിലൊന്നാണ് ഈ ത്രെഡ് നമ്മൾ എടുക്കുമല്ലോ, അതിൽ 2 ഭാഗവും ഒരുമിച്ചിട്ട് നമ്മൾ സാധാ ക്ലോത്തിൽ നമ്മൾ തുന്നുമല്ലോ, അങ്ങനെയാണ് എടുക്കുക. അതൊരു ഭാഗം ചെറുതാക്കി എടുക്കുന്നത് എങ്ങനെയാണ്, അപ്പോൾ അതിൽ കെട്ട് വീഴൂലേ, അതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുക, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ഡൗട്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ സൂചിയിൽ നമ്മളെപ്പോഴും ത്രെഡ് ഇടുമ്പോൾ ഒരു ഭാഗം ചെറുതും കെട്ടുള്ള ഭാഗം ഏറ്റവും വലുതും അതുപോലെ ഒരു ഭാഗം ചെറുതാക്കിയിട്ടിടുക. അല്ലാതെ 2 നൂലിൻ്റെ 2 അറ്റവും കൂടെ കെട്ടിട്ടിട്ടാണല്ലോ നമ്മൾ സാധാ ക്ലോത്തിലൊക്കെ നമ്മൾ കൈത്തുന്നി ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്യുക. ഇതങ്ങനെയല്ല, ഒരു ഭാഗം മാത്രമാണ് കെട്ടിടുക, ഒരു ഭാഗം അങ്ങനെ ചെറിയ ഭാഗമാക്കിയിട്ട് നമ്മൾ തൂക്കിയിടുക കേട്ടോ ചെയ്യുക. അതിൻ്റെ ഏറ്റവും വലിയൊരു ഡൗട്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് പഠിക്കാൻ തുടത്തിയപ്പോഴാണ് എനിക്കിത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ചെറിയ കാര്യക്കാരം പക്ഷെ ഇതെന്താണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല, അങ്ങനത്തെ കാര്യം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയണതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് കാണുന്ന ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അവരും പറഞ്ഞു തരണം കേട്ടോ. എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങളായിരുന്നു പഠിക്കാമല്ലോ. ഈ പിസ്റ്റൽ സ്റ്റിച്ച് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഈ സ്റ്റിച്ച് ഏത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമുക്കൊരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ സക്സസ് ആയി വരുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ 1, 2, 3 പ്രാവശ്യമൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് എല്ലാ വർക്കും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും സ്റ്റിച്ച് കഴിയില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെയും നമ്മൾ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും മടുക്കാതെ നമ്മൾ ചെയ്ത് നോക്കുക. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിൽ കൂടുതൽ ചെയ്യുക. ഞാൻ ഈ ചാനൽ തുടങ്ങാനുള്ള കാരണം ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് സ്റ്റിച്ചിങ്, എംബ്രോയിഡറി, ആരി വർക്ക് അങ്ങനത്തെ ഒക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ടും പോയി പഠിക്കാനോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ വീട്ടിലത്തെ സാഹചര്യങ്ങളായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോയി പഠിക്കാൻ കഴിയാതെ ഇരിക്കണവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് ഇന്ന് 27ാമത്തെ സ്റ്റിച്ചാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോണത്. 26 സ്റ്റിച്ചോളം ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല റെസ്പോണ്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഒരുപാട് പേര് ജോയിൻ ആയിട്ടുണ്ട്. അവർ വർക്കുകളൊക്കെ ചെയ്തിട്ട് അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ടിടാം, കമൻറ്റിൽ പിൻ ചെയ്തിട്ടിടാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. എല്ലാവരും ആയിക്കൊരു മെസ്സേജ് അയക്കാം. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണതാണ്. ഈ ചാനൽ ഇതാ നമ്മൾ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഫ്രീ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ എംബ്രോയിഡറി ക്ലാസ്സാണ് കേട്ടോ. അതിൽ 27ാമത്തെ സ്റ്റിച്ചാണ് നമ്മൾ ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 26 സ്റ്റിച്ച് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സ്റ്റിച്ചും കൂടെ ഉണ്ട്, എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ഇനിയുള്ളത് സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ ബീഡ്സ് വർക്കോ ആരി വർക്കോ അങ്ങനത്തെ ഏതെങ്കിലും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇൻഷാ അല്ലാഹ് ഓരോ ക്ലാസ്സുകളായിട്ടും ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് പോയി പഠിക്കാനും കഴിയാത്തവർക്ക് അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ലാത്തവർക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു അവസരമാണ്. അപ്പോൾ ആരെങ്കിലും നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇങ്ങനെ ഫാഷൻ ഡിസൈൻ പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് പഠിക്കാൻ കഴിയാതെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കേട്ടോ എനിക്ക് വീഡിയോസ് എടുക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, അതിലാകെ കുറച്ച് പേരുള്ളൂ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. എന്താണെങ്കിലും നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ കേട്ടോ. എന്നാലല്ലേ നിങ്ങൾക്ക് എന്താണ് ഇനി കൂടുതൽ വേണ്ടത് അല്ലെങ്കിൽ എന്താണ് എൻ്റെ അടുത്തുള്ള തെറ്റെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ. ഇനി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ നമ്പർ ഞാൻ ഇതിൽ പിൻ ചെയ്തിട്ട് ഇടാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആരും കോൾ ചെയ്യരുത് കേട്ടോ. എല്ലാവരും മെസ്സേജ് മാത്രമേ അയക്കാവൂ, കോൾ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ കോൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ടുള്ള ടൈമിൽ എനിക്ക് നോക്കാമല്ലോ. നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ എനിക്ക് ആ ടൈമിൽ തന്നെ നിങ്ങളെ കോൾ അറ്റൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് ഒരു വീട്ടിലാവുമ്പോൾ നമുക്ക് ഒരുപാട് സാഹചര്യങ്ങളുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവണതാണ്, നിങ്ങൾ ഓരോ വീട്ടിൽ താമസിക്കണവരാണല്ലോ. അപ്പോൾ നമുക്ക് കുറേ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ കോളും കൂടെ ആകുമ്പോൾ അറ്റൻഡ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെല്ലാവരും മെസ്സേജ് അയക്കാം കേട്ടോ. ഞാൻ എൻ്റെ ഫ്രീ ആവുന്ന ടൈമിൽ ഞാൻ മെസ്സേജ് നോക്കിയിട്ട് നിങ്ങൾക്കൊക്കെ റിപ്ലൈ തരുന്നുണ്ട്. വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും പിന്നെ വോയിസ് ഓവറും ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് തിരക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ മാനേജ് ചെയ്യണം, അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ഇതുണ്ട്. അപ്പോൾ എല്ലാവരും മെസ്സേജ് മാത്രം അയക്കാം കേട്ടോ, ആരും കോൾ ചെയ്യരുത്. അപ്പോൾ ഇനി നമുക്ക് ഈ പിക്ചർ കംപ്ലീറ്റ് ആക്കിയിട്ട് എടുക്കാം.
വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ കുറച്ച് ഡിസൈനും കൂടെ ചെയ്തെടുക്കാണ്ട്. ആ റൗണ്ട് വരച്ചിട്ടില്ലേ, അത് ഏത് സ്റ്റിച്ചാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളിതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വുവൺ റോസ് ആണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു റോസാണ് ഈ വുവൺ റോസ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയിട്ട് കാണുക. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടെ ഇതിൽ ചെയ്തെടുക്കാം കേട്ടോ. അത് 2 വുവൺ റോസിനുള്ള സ്പേസാണ് ഞാൻ വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 2 നമുക്ക് ചെയ്തെടുക്കാം. 5 ഇതൾ പോലെയാണ് കേട്ടോ ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സൂചി ഇങ്ങനെ ത്രെഡിൻ്റെ ഉള്ളിലൂടെ ചുറ്റിയിട്ട് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഒരു ഈസി സ്റ്റിച്ചുമാണ്, അതുപോലെ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങോട്ടൊക്കെ വർക്ക് എനിക്ക് അയച്ചു തരണം. നിങ്ങൾ ആദ്യം സ്റ്റിച്ച് ബോർഡിൽ ചെയ്തെടുക്കുക, അതിനുശേഷം മോട്ടിഫിൽ ചെയ്തെടുക്കുക. അതിനൊക്കെ ശേഷം ഡിസൈൻ പഠിഞ്ഞു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സൊക്കെ ഉണ്ടാവില്ല, അതിൽ ഈ ഫ്രെയിമൊന്ന് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓരോ ഡിസൈനായിട്ട് നമുക്ക് പിൻട്രസ്റ്റ്, ഗൂഗിളിലൊക്കെ നമുക്ക് എംബ്രോയ്ഡറി ഡിസൈൻ അടിച്ചു കൊടുത്താൽ ഒരുപാട് ഡിസൈൻസ് വരും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ നമ്മൾ പഠിച്ചതിൽ ഏതെങ്കിലും ഒരു ഡിസൈൻ എടുത്തിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും. നമുക്ക് ആ ഡ്രസ്സ് ഇടുമ്പോഴും ഒരു സന്തോഷം ഉണ്ടാവും. നമ്മൾ ഡിസൈൻ ചെയ്തതാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്റ്റിച്ചിങ്ങും ഒക്കെ പഠിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്കിതാ ഈ റോസ് കംപ്ലീറ്റ് ആക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ടൊരു റോസും കൂടെ ഉണ്ട്, അതും കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ.
ഇതായി ഡിസൈൻ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ നമ്മൾ എംബ്രോയ്ഡറി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഏതൊക്കെ സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ലോങ് ഫ്രഞ്ച് നോട്ടാണ്. പിന്നെ അതുപോലെ ഫ്രഞ്ച് നോട്ടും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. വുവൺ റോസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ ലീഫിലുള്ള സ്റ്റിച്ച് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതാ ഇതിൽ ഒരു ഭാഗം കൂടെ നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ ലോങ് ഫ്രഞ്ച് നോട്ട് എന്ന് പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ചെയ്ത് ക്ലാസ്സിലുള്ള സ്റ്റിച്ച് ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ച്, അത് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. പക്ഷെ അത് ചെറുതാക്കിയിട്ടുള്ളൂ ആ ലൈന് നമ്മൾ കൊടുക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം അതിൻ്റെ അപ്പുറത്തൊരു ഫ്ലവറും കൂടെ ഉണ്ട്, അതും കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മളിതാ ഈ സ്റ്റിച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണിക്കണ്ട കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. എന്നാലാണ് എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു ക്ലാസ്സായിട്ട് അടുത്ത ദിവസങ്ങളായിട്ട് വരാം കേട്ടോ.